ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം നമ്മൾ കേൾക്കുന്ന ആ സമയം മുതൽ നമ്മുടെ ആഗ്രഹമാണ് അത് സംഭവിക്കണം, വേഗത്തിൽ അത് നിവൃത്തിയാകണം. കർത്താവേ, ഒരു നാഴിക മുൻപേ എൻ്റെ ജീവിതത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കണമേ. ഈ ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ വാഗ്ദത്തം കേൾക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നും ഉയർന്നു വരാൻ തുടങ്ങും. അതിൻ്റെ കാരണം അത്രത്തോളം തൻ്റെ ജീവിത നിലവാരത്തെ അത് മാറ്റുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെ കാരണം. നമ്മൾ ഇന്ന് വരെ എത്തിപ്പെടാത്ത ജീവിതത്തിൻ്റെ ദൈവത്താൽ നൽകപ്പെടുന്ന പുതിയ ഐശ്വര്യങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകുന്നത്. അടിമകളായി കിടക്കുന്നവരോട് അത് വാഗ്ദത്ത നാടിനെക്കുറിച്ച് ദൂത് പറയും. ഒന്നുമല്ലാതെ കിടക്കുന്ന ജീവിതത്തിൻ്റെ വനാന്തരങ്ങളിലായിരിക്കുന്ന ഇടയ ചെറുക്കനോട് രാജസിംഹാസനത്തെക്കുറിച്ച് അത് പറയും. പ്രൈസ് ദ ലോർഡ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയുടെ നടുവിലേക്കും ദൈവത്തിൻ്റെ വാഗ്ദാനം ഇറങ്ങി വന്നാൽ അതിന് നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു പുതിയ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പറയാനുണ്ട്. പടകും വലയും നന്നാക്കുന്ന വേളയിൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് ആ വാഗ്ദത്തം പിന്നെയും സംസാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ദൈവാലോചന കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ തക്കവണ്ണം അത് വേഗത്തിൽ സംഭവിക്കുവാൻ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനും ചിന്തിക്കാനും പോകുന്നത്. ലോകമെമ്പാടും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. വിശുദ്ധ തിരുവെഴുത്തിൽ 138 സങ്കീർത്തനത്തിൻ്റെ 2 വചനം ഇങ്ങനെയാണ്: നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനം 138:2. നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, സകല നാമത്തിനും മീതെയാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിന് മീതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? നമുക്കറിയാം, ഒന്നും തന്നെയില്ല. പക്ഷെ ദൈവം തൻ്റെ വാക്കിനെ മഹത്വപ്പെടുത്തി വെച്ചിരിക്കുന്നത്, താൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് തൻ്റെ നാമത്തിൻ്റെ മീതെയാണെന്നാണ് ഈ വേദവചനം പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ദൈവത്തോളം വിലയുണ്ട്, ദൈവത്തോളം മഹത്വമുണ്ട്, ദൈവത്തോളം ശക്തിയുണ്ട്, ദൈവത്തോളം അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ട വാഗ്ദത്തം നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ അത് വേഗത്തിലാക്കാൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ സംഭവിക്കുവാനായി നാം ചെയ്യേണ്ടതായ ചില കാര്യാദികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂതിലൂടെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ തൻ്റെ വചനത്തിന് പുറത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ക്രൈസ്തവ സഹോദരങ്ങൾ ഇന്ന് ഇവിടെയുണ്ട്. എന്നാൽ അതല്ല, തൻ്റെ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് വ്യക്തിപരമായി ദൈവം മറ്റുള്ളവരിലൂടെ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹവും ഇന്നുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ഏത് വിധമാണോ ആ നിലയിൽ അത് പരിപോഷണം പ്രാപിക്കത്തക്കവണ്ണം ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഒരു പ്രവാചകൻ നിങ്ങളോട് ദൈവിക ദൂത് പറഞ്ഞില്ലെങ്കിലും, ഒരു ദൈവദാസൻ നിങ്ങളോട് ഒന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനം തുറന്നു വായിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിശ്ചയമായും ആ വചനമാണ് ഏറ്റവും വലിയ പ്രവാചകൻ. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കും. ഇനിയും അക്ഷരജ്ഞാനം എനിക്കില്ല ദൈവദാസനെ, എനിക്ക് വായിക്കാൻ അറിയില്ല, അങ്ങനെയുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെയും നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. നിങ്ങൾ ചെന്നെത്താൻ പോകുന്ന ഇടം ഏതെന്നുള്ളത് കർത്താവിൻ്റെ വളർത്തച്ഛനായ ജോസഫിനെ പോലെയും പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ പുത്രനായ ജോസഫിനെ പോലെയും ഒക്കെ ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സ്വപ്നം കാണിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കും. വിവിധ മാധ്യമങ്ങളിലൂടെ അവിടുത്തെ ആലോചന നമ്മളോട് അനുദിനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? നമുക്ക് ആ കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിന് വിപരീതമായോ അതിനതീതമായി അത് മാറ്റി എഴുതണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നുമല്ല ഒരു വാഗ്ദത്തവും പ്രവചനവും കർത്താവ് നൽകുന്നത്. പകരം തൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു ദൈവ പൈതലിന് തൻ്റെ വചനത്തിലുള്ള വിശ്വാസം കൂടുതൽ കൂടുതൽ വർദ്ധിക്കുവാനും ദൈവത്തോടുള്ളതായ അദ്ദേഹത്തിൻ്റെ ബന്ധം അധികമായി ശക്തിപ്പെടുവാനും വേണ്ടിയാണ് ദൈവം വ്യക്തിപരമായ പ്രവചനങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഗതമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകുന്നത്. 100% ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് നിലനിന്നുകൊണ്ടും ദൈവത്തിൻ്റെ വചനത്തെ പിന്തുണയ്ക്കുന്നതുമാണ് ദൈവത്തിൻ്റെ വ്യക്തിപരമായ ആലോചനകൾ.
തൻ്റെ വചനത്തിൻ്റെ സ്ഥിരീകരണം, വചനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യങ്ങളുടെ വെളിപ്പെടുത്തൽ, ഇതാണ് ഓരോ വാഗ്ദത്തം പറയുന്നതിൻ്റെയും നിവർത്തിക്കുന്നതിൻ്റെയും പിന്നിലുള്ളതായ ദൈവിക ഉദ്ദേശം. നമ്മളെ ക്രിസ്തുവിൽ വളർത്തുക, ദൈവത്തോട് ചേർത്ത് നിർത്തുക, നമ്മുടെ വിശ്വാസം തകർന്നു പോകാതെ ജീവിതത്തിൻ്റെ ഏത് ദുർഘട സാഹചര്യത്തിലും നമ്മളെ മിടുമിടുക്കരാക്കി നിർത്തുക. ഇതാണ് കർത്താവിന് വാഗ്ദത്തം നൽകുന്നതിലൂടെയുള്ളതായ പ്രത്യേകമായ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമായതൊന്നും ദൈവം സംസാരിക്കില്ല. ഞാൻ ഈ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടെ പറയട്ടെ. എഴുതപ്പെട്ട തിരുവെഴുത്തിൻ്റെ നിയമത്തിന്, ചട്ടക്കൂടിന്, ദൈവവചനത്തിൻ്റെ കലർപ്പില്ലാത്ത ഉപദേശത്തിന് വിപരീതമായതൊന്നും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വെളിയിൽ വരികയില്ല. കർത്താവ് വ്യക്തിപരമായും നിങ്ങളോടൊരു വാഗ്ദാനം നൽകിയാലും അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ലളിതമായ ഉത്തരം ഇതാണ്: അത് വചനാനുസൃതമായിരിക്കും. തിരുവെഴുത്തിന് അനുപാതികമായ നിലയിൽ, തിരുവെഴുത്തിന് അനുസൃതമായ നിലയിൽ മാത്രമേ ദൈവം വ്യക്തിപരമായിട്ടും തൻ്റെ ദൂതുകൾ നമ്മളോട് പറയുകയുള്ളൂ. അപ്പോൾ ദൈവം നമ്മൾക്ക് നൽകുന്ന ചില സൂചനകൾ മാത്രമാണ് വ്യക്തിപരമായ പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. അതിനെ ആത്യന്തികമായി ദൈവത്തിൻ്റെ ഒരു മഹാനിർദ്ദേശമായി ഒരിക്കലും പരിഗണിക്കരുത്. നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരുപാട് സൂചനാ ബോർഡുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഇടതുവശത്തും വലതുവശത്തും ഒക്കെ ആയിട്ട്. അത് എന്താ നമ്മളോട് പറയുന്നത്? നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഇന്ന നിലയിലുള്ളതായ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ മുന്നറിയിപ്പുകളാണത്, അല്ലേ? അപ്പോൾ ഒരു കുട്ടി ബാഗുമായിട്ട് ഓടുന്ന കണ്ടാൽ നമുക്കറിയാം തൊട്ടടുത്ത് സ്കൂളുണ്ട്. ഒരു ക്രോസിനെ ഒരു റൗണ്ടിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു സിഗ്നൽ കണ്ടാൽ നമുക്കറിയാം അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഒരു പെട്രോൾ പമ്പിലെ ഒരു സിഗ്നൽ കണ്ടാൽ നമുക്കറിയാം അടുത്തൊരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലുള്ള വിവിധ സൂചനകളാണ് തരുന്നത്. പക്ഷെ അപ്പോഴും റോഡ് മാറുന്നില്ല, വണ്ടി ഓടിക്കുന്ന നമ്മൾ മാറുന്നില്ല, അല്ലേ? ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ആത്യന്തികമായ ഡയറക്ഷനാണ്. നമ്മൾ സഞ്ചരിക്കേണ്ട വഴിയാണ് വചനം. പക്ഷേ ഇടതും വലതുമുള്ള സൂചന ബോർഡുകളാണ് ഈ പ്രവചനത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പ്രവചന ദൂതുകളെ ആത്യന്തിക നിർദ്ദേശമായിട്ടല്ല, സൂചനകളായിട്ടാണ് നമുക്ക് നൽകുന്നത്. ആത്യന്തികമായ മാർഗം ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മാത്രമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിനും അവർക്ക് വ്യക്തിപരമായ ദൂതുകൾ ആവശ്യമാണ്. നല്ലൊരു കാര്യവുമാണത് ഒരു പരിധി വരെ. എന്നാൽ ചില കാര്യങ്ങളിൽ അത് നല്ലതല്ല താനും. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി പ്രവാചകരെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഈ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരായതുകൊണ്ട് ഒരുപാട് പേരെ അത്തരത്തിൽ കണ്ടിട്ടുമുണ്ട്. ഇന്ന കാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ഈ കാര്യം ഒരു വിശ്വാസമുള്ള പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ദൈവദാസന്റെ വായിന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൻ പ്രകാരം കാര്യാദികൾ ദൈവസേനയിൽ ആശ്രയിച്ച് ചെയ്യേണ്ടതിന് പകരം ഈ കേട്ടത് സത്യമാണോ എന്നറിയാൻ അടുത്ത പ്രവാചകന്റെ അടുക്കലേക്ക് ഓടുന്ന ആൾക്കാരുണ്ട് ഇന്ന്. ഒരു ദൂത് കേട്ടു, ആ കേട്ട ദൂത് ശരിയാണോ എന്നറിയാൻ അടുത്ത പ്രവാചകനെ പോയി സമീപിക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, പാസ്റ്ററെ, ഞാൻ ഇങ്ങനെ ഒരു ദൈവിക ദൂത് കേട്ടു, ഇത് ശരിയാണോ തെറ്റാണോ എന്നോടൊന്ന് പറയണേ. അങ്ങനെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോട് വിഷമം തോന്നാറുണ്ട്. കാരണം ഇത്ര കാലമായിട്ടും ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കാൻ കൂട്ടാക്കാത്തതിനാലാണല്ലോ ഇവർക്ക് ഈ ഒരു അവസ്ഥ വരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഒരു അവിശ്വാസം നിമിത്തമാണല്ലോ ഈ പറയപ്പെടുന്ന കാര്യാദികളിൽ കൂടുതലായിട്ട് അവർ കുഴങ്ങിപ്പോകുന്നത്. എനിക്കറിയാം, ഞങ്ങളുടെ വീടിൻ്റെ എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ അടുത്തൊരു ചർച്ചുണ്ട്. ആ ചർച്ചിനെ വളരെ സാമ്പത്തികമായിട്ടും എല്ലാ നിലയിലും കൈത്താങ്ങുന്നൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ എൻ്റെ ബാല്യകാലത്ത് എല്ലാ മാസവും 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കാറുണ്ടായിരുന്നു. ആ 7 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ സഭാ വ്യത്യാസമില്ലാതെ എല്ലാ ചർച്ചുകളിൽ നിന്നുമുള്ള ആൾക്കാർ അവിടെ ചെല്ലുമായിരുന്നു. അതിൻ്റെ കാരണം ഇവർ എല്ലാ പ്രശസ്തരായ പ്രവാചകന്മാരെയും ആ കൂട്ടായ്മ നടക്കുന്ന ദിവസം അവർ വീട്ടിൽ വിളിക്കും. ഈ പ്രവാചകന്മാർ വരുന്ന ആൾക്കാരോടെല്ലാം ദൈവിക ദൂത് പറയും. എന്നിട്ട് ഈ ദൂതുകൾക്ക് അനുസൃതമായി ഒരു കാര്യം ചെയ്യേണ്ടതിന് പകരം ഇതിന് മുൻപ് വന്ന പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള നിലയിൽ
ഇവർ പുതുതായിട്ട് കിട്ടിയ പ്രവാചകനോട് ഈ കാര്യം കൺസൾട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളതായ ഒരു വലിയ ഖ്യാതി ഇവരെക്കുറിച്ച് നാടാകെ പരന്നു. പിന്നെ അത് 7 ദിവസം എന്നുള്ളത് 3 ദിവസമായി. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ നമ്മുടെ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ്. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയണം കേട്ടോ. അപ്പോൾ ഓരോ കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്നൊരു സ്വരം കേൾക്കുന്നത് നല്ലതാണ്. പക്ഷേ എങ്ങനെയാണ് ആ കാര്യം നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങളൊരു യാത്രയ്ക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ യാത്ര ദൈവഹിതമാണോ അല്ലയോ എങ്ങനെ അറിയാം? വളരെ ലളിതമായൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് സംഘർഷഭരിതമാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുന്നത് ഈ യാത്രയിൽ കരുതൽ വേണം, അല്ലെങ്കിൽ ഈ യാത്ര ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഏതോ ഒരു അനർത്ഥത്തിൻ്റെ മുന്നറിയിപ്പാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നു എന്ന് ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ മനസ്സിനകത്ത് വല്ലാതെ മ്ലാനത നമുക്ക് കയറി വരാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്തിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഗൈഡൻസ് തരികയാണ്. മോനെ, നീ പോകുന്ന വഴി അപകടം നിറഞ്ഞതാണ്, നീ ഇപ്പോൾ പോകേണ്ടതിന് നീ വെയിറ്റ് ചെയ്യുക. ഈ നിലയിൽ പല നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. ഇതിനാലാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ആകമാനം പ്രക്ഷുബ്ധമായ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെല്ലാം എതിര് പറയുമ്പോഴും ധൈര്യത്തോടെ ഇറങ്ങാനുള്ളൊരു ബോധ്യവും ഒരു ഉത്തേജനവും നമ്മുടെ അകത്ത് കിട്ടും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ധൈര്യത്തോടെ ഇറങ്ങണം. എല്ലാം അനുകൂലമാണെന്നുള്ള നില വരുമ്പോഴും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആന്തരികമായി നമുക്കൊരു സമാധാനം തരുന്നില്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക. വിവാഹത്തിനായിട്ട് ഇറങ്ങുമ്പോൾ, ബിസിനസ്സുകൾക്കായിട്ട് ഇറങ്ങുമ്പോൾ, പുതിയ വ്യക്തികളുമായിട്ടുള്ള ജോയിൻറ്റ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾക്കായി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യം എന്തേ എന്ന് വ്യക്തമായിട്ടൊന്ന് തിരിച്ചറിയാൻ ഒരല്പസമയം ഇരുന്നാൽ ഒരു നൂറ്റാണ്ടിൽ നമ്മളെ തകർക്കുന്ന പല വിപത്തുകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ അത് കാരണമായി തീരും. ഇന്ന് ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്രവചനം ആവശ്യമില്ല. പകരം എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എന്നോട് എങ്ങനെയാണ് ഇടപെടുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ് എൻ്റെ ജീവിതത്തിലുണ്ടോ, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം. ഒരു കാര്യത്തിനായി ഇറങ്ങുമ്പോൾ മനസ്സിന് സ്വസ്ഥത കെടുത്തുന്നതായ കാര്യങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിൽ നിന്നല്ല എന്ന് തിരിച്ചറിയണം. അതിനകത്തേക്ക് സ്വസ്ഥത കെടുന്ന ഒരു വിഷയമാണ് വരുന്നത്, ദൈവം അനുവദിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കതിൽ നിന്ന് ഒഴിയാൻ സാധിക്കട്ടെ. പുറമേ പ്രവചനങ്ങൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് സ്വയം കേൾക്കാനുള്ളൊരു ശേഷി നമ്മളിൽ വളർത്തണം എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിൽ നിന്നും കേൾക്കാനുള്ള ദാഹം നമ്മുടെ അകത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് കർത്താവ് ഒരു പ്രവാചകനിലൂടെ ഒരു മെസ്സേജ് നമുക്ക് തരുന്നത്. അപ്പോൾ കൂടെ പ്രവാചകരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി സ്വയം ഒരു പ്രവാചകനായി മാറാനുള്ള ശ്രമമായിട്ടത് മാറണം. എല്ലാവരും പ്രവചനവരം വാഞ്ചിക്കണമെന്നും എല്ലാവരും പ്രവചിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് തൻ്റെ ആ ഹൃദയം പൗലോസ്ലീഹായിലൂടെ തുറന്നു കാണിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12:39 നിങ്ങൾ വായിച്ചു നോക്കിയാൽ, 1 കൊരിന്ത്യർ 14:1 മുതൽ 39 വരെയുള്ള കൃപാവരങ്ങളെക്കുറിച്ചുള്ള സുദീർഘമായിരിക്കുന്ന ആ വിശദീകരണങ്ങൾ വായിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ കാണാൻ കഴിയും. ഇനി പ്രധാനമായ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നമ്മളോട് പറയുമ്പോൾ അതൊരു വ്യവസ്ഥയുടെ വെളിച്ചത്തിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അതായത് പരസ്പരം 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലാണല്ലോ ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത്. കർത്താവ് നമ്മളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ തിരിച്ച് ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ തിരിച്ച് ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രതികരണമുണ്ട്. ഇവിടെ ഒരു സംശയം ഉണ്ടാകാം, എന്താണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ? ഇതിൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ തുടർമാനമായി ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് നിരന്തരം സംസാരിക്കാറില്ലേ? ആ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ നമുക്ക് പാലിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥ പാലിക്കുക. ആ വ്യവസ്ഥ പാലിച്ചാൽ മാത്രമേ വാഗ്ദത്തം നിറവേറൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ദയവായി തിരിച്ചറിയണം. പ്രൈസ് ദ ലോർഡ്. മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ കരത്തിൽ ഒരു മികച്ച ആയുധമാക്കി മാറ്റും എന്നൊരു ദൈവിക ദൂത് നിങ്ങൾ കേൾക്കുന്നു എന്ന് കരുതുക. ആ ദൈവിക ദൂതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്.
മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ കയ്യിൽ മികച്ചൊരു ആയുധമാക്കും. ഒന്നാമത്തെ ദൂത്, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. അത് മികച്ച നിലയിൽ തന്നെ ദൈവം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതായത് ദൈവം നിങ്ങളെ കരങ്ങളിൽ എടുക്കും. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന പാർട്ട് എ മനസ്സിലാക്കണം. പാർട്ട് ബി ആണ് പലരും കൈക്കൊള്ളുന്നത്. എന്നാൽ അതിൻ്റെ അത് പാർട്ട് എ ഉണ്ട്. എന്താണ് പാർട്ട് എ? പാർട്ട് എ, മടങ്ങി വന്നാൽ, അതായത് നീ ഏർപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിന്റെ മേലുള്ള ദൈവ ഉദ്ദേശത്തെ സാധ്യമാക്കാത്ത വണ്ണം അതിൽ നിന്നും നിന്നെ നശിപ്പിച്ചു കളയുന്നതാണ്. അതിൽ നിന്നും നീ മടങ്ങി വരണം. യൂദായുടെ മനസ്സിൽ സാത്താൻ കടന്നതുപോലെ തൊട്ടരികത്ത് ജീവന്റെ നാഥൻ ഇരിക്കുമ്പോഴും നിന്നെ കൂരിരുട്ടിൽ കൊണ്ടുപോയി അകപ്പെടുത്തി കളയാനുള്ള ഒരു പൈശാചിക പദ്ധതിയിലാണ് കുഞ്ഞെ നീയും ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ അതിൽ നിന്നും പിന്തിരിയണം. ഈ നിലയിലൊരു ദൈവത്തിൻ്റെ ദൂത മുന്നറിയിപ്പ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ശുശ്രൂഷയിലാണ്, ഞാനിപ്പോൾ കൃപാവരത്തിലാണ്, ഞാനിപ്പോൾ അപ്പോസ്തലനാണ്, ഞാനിപ്പോൾ പാസ്റ്ററാണ്, ഞാനിപ്പോൾ പുരോഹിതനാണ്, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ ദാസിയാണ്. ഇതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ആരായി നിന്നാലും എൻ്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള പ്രതിബദ്ധത ഞാൻ ദൈവത്തോട് പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഞാൻ മടങ്ങി വരേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം പറയുമ്പോൾ ഞാൻ ആരായാലും ഞാൻ മടങ്ങി വന്നേ മതിയാകൂ. ഞാൻ എത്ര ഉന്നതനാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് താഴ്ന്നേ മതിയാകൂ. അവിടെ മാത്രമേ ദൈവം എന്നെ ഉപയോഗിക്കുകയുള്ളൂ. എളിയവർക്കാണ് ദൈവം എപ്പോഴും കൃപ നൽകുന്നത്. സ്വയം താഴ്ത്തിയാലേ അവൻ നമ്മളെ ഉയർത്തുകയുള്ളൂ. അപ്പോൾ മടങ്ങി വരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ ആക്കുമെന്ന് പറയുമ്പോൾ അതൊരു വ്യവസ്ഥയുടെ പേരിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന ദൈവാലോചനകൾക്കകത്ത് ദൈവം നിങ്ങളോട് പറയുന്ന ദൈവിക വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഒരു വ്യവസ്ഥയും പറയാതെ ദൈവം നിങ്ങളോടൊരു ആലോചന തൻ്റെ ഒരു ദാസനിലൂടെയോ ദാസിയിലൂടെയോ പറഞ്ഞെന്ന് കരുതുക. ഞാൻ നിന്നെ ആദരിക്കും, ഞാൻ നിന്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനൊരു ദൂത് നിങ്ങൾ കേട്ടു. ഈ ദൈവിക ദൂത് കേൾക്കുന്ന സമയത്ത് മറ്റുള്ളവരും ആ ദൂത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടുപേരും വിമർശിക്കുകയാണ്, അവൻ്റെ കുറവൊന്നും പറഞ്ഞില്ലല്ലോ, അവനോട് ഇന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ ആ വ്യക്തിയുടെ മനസ്സിനകത്ത് അയാൾ ഒരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ഇത്രത്തോളം സ്നേഹിച്ചതിൻ്റെ ആലോചന എന്നോട് പറഞ്ഞിരിക്കുന്നു. ആ ദൈവകൃപയിൽ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ കയറാൻ തുടങ്ങുകയാണ്. കർത്താവെ, ഞാൻ ഇന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അത് ദൈവം പറഞ്ഞിട്ടല്ല, പകരം സ്വയം തൻ്റെ മനസ്സിനകത്ത് ആ മനുഷ്യൻ ദൈവത്തോടെടുക്കുന്ന നിശ്ചിതമായൊരു തീരുമാനമാണത്. ആ സമർപ്പണം ആ വ്യക്തിയിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാം. അല്ലെങ്കിൽ ആ വന്നു ചേരുന്ന വാഗ്ദത്തത്തിന് ആ മനുഷ്യൻ്റെ അകത്ത് ആ മാനസാന്തരത്തെ ജനിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് കരുതി ഒരു വ്യക്തിയിലെ രൂപാന്തരം സംഭവിക്കുന്നില്ല എന്ന് ആരെയും കുറ്റപ്പെടുത്തേണ്ടതായിട്ടില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഈ കാര്യങ്ങളുടെ നിറവേറലിനെ കൃത്യമായിട്ടാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് കൃത്യമാവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പറയുന്ന തമ്പുരാന്റെ ഹിതങ്ങളെ നിറവേറ്റുന്നതിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം. ഇനി അടുത്ത കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേട്ടാലും ചില മനുഷ്യർ അതിനെ ചെവിക്കൊള്ളുകയില്ല. അവർക്കതൊക്കെ ഒരു കുട്ടിക്കളിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ഇത് കേട്ടോ എല്ലാവരും? ദൈവത്തിൻ്റെ വചനത്തെ പോലെ തന്നെ തമ്പുരാന്റെ വായിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിങ്ങൾ വിശ്വസിക്കാത്ത പക്ഷം അത് സംഭവിക്കില്ല. എന്തായി പറയുന്നത്? സംഭവിക്കത്തില്ല എന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തം വെളിപ്പെടത്തില്ല എന്നൊരു പാസ്റ്റർ പറയുന്നു. എന്തായി പാസ്റ്റർ പറയുന്നത്? അതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവം നിങ്ങളോട് പറയുന്ന തൻ്റെ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിക്കാത്തിടത്തോളം അത് നിങ്ങളുടെ മേൽ സംഭവിക്കുകയില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പക്ഷേ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാം. പക്ഷേ സത്യാവസ്ഥ പറയട്ടെ, വിശ്വാസമില്ലാതെ ഒരു പ്രവചനവും ഫലിക്കില്ല. പ്രവചനം ദൈവം നിങ്ങളോട് പറയുന്നതിൻ്റെ പുറകിലുള്ള ഏറ്റവും ശക്തമേറിയ ഒരു ദൈവോദ്ദേശം നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്നാണ്.
ദൈവം ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള വിശ്വസിക്കാനുള്ള നിങ്ങളുടെ ശേഷിയെ അല്പം കൂടെ പവർഫുൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടെയാണ് ദൈവത്തിൻ്റെ ദൂത് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു വാഗ്ദത്തം നിങ്ങൾ കേട്ടു, അത് നിങ്ങളുടെ മേൽ സംഭവിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത്, ഓ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു, എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്, നിങ്ങളത് ആഘോഷിക്കും. അപ്പോൾ ആഘോഷിക്കപ്പെടുമാറ്, നമ്മളുടെ അകത്ത് നമ്മൾ കൂടുതലായി ദൈവത്തെ വിശ്വസിക്കുമാറ്, മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുമാറ്, നമ്മുടെ അകത്തുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തെ വലുതാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ പ്രവചനവും വരുന്നത്. അതുകൊണ്ട് അത് വിശ്വസിക്കാത്തിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അത് വരികയില്ല, ഫലിക്കുകയില്ല. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ? വിശ്വാസം എന്താണ് നമ്മളോട് പറയുന്നത്? അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളിലുള്ള നമ്മുടെ ശക്തമായ നിശ്ചയമാണ്. കേൾക്കുന്നവൻ അത് പ്രകടമായി വരുന്നതിന് മുൻപ് തന്നെ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ശക്തമായി വിശ്വസിക്കാൻ തയ്യാറാകണം. പ്രവചനം ഒരു വാക്കായി നിങ്ങളിലേക്ക് വരുന്നു, പക്ഷെ നിങ്ങളതിനെ വിശ്വാസത്തിൻ്റെ ഭാഷയായി നിങ്ങളുടെ അകത്ത് വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ രൂപകൽപ്പന ശൈലിയിൽ നിങ്ങളതിനെ ചിത്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് മുതൽ, കേൾക്കുന്ന ദിവസം മുതൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് ഓരോ നിമിഷവും നീങ്ങേണ്ടതായിട്ടുണ്ട്. ആമേൻ. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞു നിർത്താം. പ്രവചനത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ തയ്യാറെടുപ്പുകൾ സ്വയം നടത്തണം. ദൈവത്തിൻ്റെ പ്രവചന ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടാൽ അത് സംഭവിക്കണമെങ്കിൽ പ്രവചനത്തിൻ്റെ കേട്ട കേൾവിക്കൊത്തവണ്ണം അത് സംഭവിക്കാൻ പോകുന്നത് പെട്ടെന്നാകിയാൽ അതിനൊത്തവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ സ്വയം നടത്തണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. യാത്രയെക്കുറിച്ചുള്ളൊരു ദൂതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് കരുതുക. ദൈവം നിന്നെ ജർമ്മനിയിൽ അയക്കുമെന്നൊരു പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതുക. ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വാഗ്ദത്തം കേട്ട് കഴിഞ്ഞാൽ യാത്രയെക്കുറിച്ചുള്ള ദൂതാണല്ലോ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ചെന്നെത്താൻ പോകുന്ന ആ രാജ്യത്തിൻ്റെ ഭാഷ, ജർമ്മൻ ലാംഗ്വേജ് ഇപ്പോഴേ പഠിക്കുന്നത് വളരെ നല്ലതാണ്. അവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ആ നാടിൻ്റെ ജീവിത രീതി എന്താണ്, പുതുതായിട്ട് ചെല്ലുന്നൊരു വ്യക്തി എങ്ങനെ വേണം അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് മുന്നേറെ അന്വേഷിക്കുന്നത്, തീരുമാനിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം നിങ്ങളുടെ പെരുമാറ്റത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ആ നല്ല പെരുമാറ്റം ദൈവസന്നിധിയിലും പ്രശംസ അർഹിക്കും. ആമേൻ. വളരെ നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നതിന് കാരണമാകും. എന്താ കാരണം? ദൈവം പറഞ്ഞ വാക്കിന് വില കൊടുത്തൊരു മനുഷ്യൻ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. വാക്കിന് വലയിറക്കുന്നവനൊരു കൊയ്ത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒത്തവണ്ണം ചുവട് വെക്കുന്നവനെ കാത്തിരിക്കുന്ന ഒരു വലിയ പ്രതിഫലമുണ്ട്. അങ്ങനാണെങ്കിൽ കേട്ടതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമീകരിക്കുവാൻ തയ്യാറാകണം. 4മതൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ദൈവം നമ്മളോട് ദൂത് പറയുമ്പോൾ, ആലോചനകൾ അരുളി ചെയ്യുമ്പോൾ അത് നിറവേറ്റേണ്ടയാൾ ദൈവം തന്നെ ആകയാൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവേ, അങ്ങ് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ദൈവമേ, ഇന്ന ദൈവദാസനിലൂടെ നീ എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, കർത്താവേ, അന്ന് നീ എന്നോട് പറഞ്ഞ ആ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആമേൻ. യഹോവേ, നീ അത് നിന്റെ പുസ്തകത്തിൽ ഉണ്ടല്ലോ. ഭക്തന്മാർ പ്രാർത്ഥിച്ചിട്ടില്ലേ? ദൈവസന്നിധിയിൽ നമ്മളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ കുറിച്ച് ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഡെവലപ്പാകുകയാണ്. ആമേൻ. വാഗ്ദത്തങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന വളരുകയാണ്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ വാക്കുകളെ നിങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, വാഗ്ദാനങ്ങളെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ കേട്ട വാഗ്ദത്തം വേഗത്തിൽ ഫലിക്കുന്നതിന് അത് കാരണമാകും. ദൈവത്തിൻ്റെ വാക്കിന് നിങ്ങൾ വില കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പ്രവചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത്. വാഗ്ദത്തങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത് ദൈവം എന്നോട് പറഞ്ഞ തൻ്റെ വാക്കിന് ഞാൻ വില കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ട വാഗ്ദത്തങ്ങളെ വേഗത്തിൽ സംഭവിക്കുവാൻ കാരണമാക്കി തീർക്കും. പലരും കേൾക്കുന്നു, മറക്കുന്നു, കേൾക്കുന്നു, രസിക്കുന്നു, കുറച്ചു കാലം ഓർക്കുന്നു, പിന്നെ മറക്കുന്നു. വേറെ കുറച്ച് പേർ കേൾക്കുന്നു, കുറച്ചു കാലം അതിനുവേണ്ടി അധ്വാനിക്കുന്നു, പിന്നെയും കുറച്ചു കാലം നടക്കുന്നു, പിന്നെ ഉഴപ്പുന്നു, പിന്നെ എൻ്റെ മേൽ അതുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു.
ഈ പറയപ്പെട്ട ഉഴപ്പന്മാരെ പോലൊന്നും നിങ്ങളാകരുത്. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് എണ്ണിക്കൊണ്ട് നിങ്ങളുടെ നേരെ എഴുന്നേറ്റ് വരുന്ന 1000 ചോദ്യങ്ങളെയും 10,000 സംശയങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് എന്നോടാകയാൽ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും, ഞാനതായി തീരും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുക. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ദൂതിനകത്ത് 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനിയും എനിക്ക് സംസാരിക്കാനുണ്ട്. ഇതിൻ്റെ പാർട്ട് B ഉടൻ തന്നെ നിങ്ങൾക്ക് നൽകി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അധികം മുന്നോട്ടേക്ക് കാലതാമസമില്ലാതെ വേഗം തന്നെ ഈ ശുശ്രൂഷയുടെ 2ാം ഭാഗം നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാം. ഇന്നത്തെ ദൂത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നല്ലോ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേട്ടവരെല്ലാം, ഒരു ദൂതയിലും കർത്താവിൽ നിന്ന് ലഭിച്ചവരെല്ലാം അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ ദിവസം ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദത്തമെങ്കിലും കേട്ടിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ദൂതെന്ന നിലയിൽ ഒരു ടോക്ക് നമ്മുടെ ഈ ചാനലിൽ ദൈവകൃപയാൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ഇന്നത്തെ ഈ ദൈവാലോചനയുടെ ഒരു മുഖവുരയാണ്. ഇതൊരു സീരിയസ് ആയിട്ട് മാത്രം പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വിഷയമാണ്. നമുക്ക് പ്രവാചകന്മാർ ഒത്തിരിയുണ്ട്, വാഗ്ദത്തങ്ങൾ പറയുന്ന ദൈവാനുഗ്രഹമുള്ള വ്യക്തികളേറെയുണ്ട്. പക്ഷേ വാഗ്ദത്തങ്ങളിലേക്ക് കരം പിടിച്ച് നടത്തുന്ന മോശന്മാരും യോശുവമാരും കുറവാണ്. പരിശുദ്ധാത്മ നിയോഗത്താൽ നിങ്ങൾ കേട്ട ദൈവിക പ്രോമിസുകളിലേക്ക് അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്ന ആ പോയിന്റിലേക്ക് നടത്തുക എന്ന നിയോഗം ദൈവകൃപയിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ലൈഫ് ചേഞ്ചിങ് അനോയിൻറ്റിങ് ദൈവത്തിൽ നിന്നും സ്വീകരിച്ച ഒരു ദൈവദാസൻ എന്ന നിലയിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് അവിടെ സംഭവിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. നിങ്ങളെ സ്പിരിച്വലി ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ ഒരു കോച്ചിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വലിയ വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കാനാണ് കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. നിശ്ചയമായും എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ബലമാകും, പ്രചോദനമാകുന്നു എന്നറിയുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബിലെയാമിൻ്റെ കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവം എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. അവിടുത്തെ ആലോചനകൾ എന്നും വിലയേറിയത്, അവിടുത്തെ ശബ്ദം എന്നും സത്യസന്ധമായവ. അവിടത്തേക്ക് ഞാൻ മുഴുവൻ മഹത്വവും അർപ്പിക്കുന്നു. എളിയവരെയും ദുർബലരെയും കൊണ്ട് തൻ്റെ രാജ്യം പണിയുന്ന പരിശുദ്ധാത്മാവെന്ന മഹാശില്പിയാണ് നിങ്ങളോട് ഇത് സംസാരിക്കുവാൻ ഏഴയായ എന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന മുഴുവൻ വാക്കുകളാലുമുള്ള സകല മഹത്വവും എനിക്ക് വേണ്ടി കാൽവറിയിൽ തിരുരക്തം ഒഴുക്കി മരിച്ച എൻ്റെ കർത്താവായ യേശുവിന്, പുനരുത്ഥാനം ചെയ്ത എൻ്റെ ജീവരക്ഷകന് മാത്രം ഞാൻ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നിങ്ങളുടെ അരികിലേക്ക് ഈ ദൂതുകൾ എത്തുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമേറിയ മാറ്റങ്ങളെയാണ് സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ ഈ ദൈവാലോചനയുടെ അടുത്ത ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മീക ശുശ്രൂഷകളിൽ വന്നു ചേരാൻ ഉത്സാഹിക്കുക. കോട്ടയത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രയറിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ കേട്ട വാഗ്ദത്തങ്ങളെ എഴുതി വെക്കുന്ന ഒരു ഡയറി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരൂ. നിങ്ങളതിലേക്ക് കൈവെക്കുക. ഞാനതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, പല കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ദയവായി നിങ്ങളതിനെ ഇന്ന് തന്നെ എഴുതാൻ തയ്യാറാവുക. ഡയറി മേടിക്കാനുള്ള പൈസ ഇല്ലേ? ഒരു സാധാ നോട്ട്ബുക്ക് മേടിക്കൂ, ഒരു ചെറിയ പേന മേടിക്കൂ, എഴുതി തുടങ്ങൂ. ഇന്നത്തെ പോലെ നല്ല പേപ്പറുകളില്ലാത്ത കാലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകന്മാരിലൂടെ വലിയ പ്രവചന ദൂതുകളെ ദൈവം ലോകത്തിന് വിളംബരം ചെയ്തത്. മൃഗത്തോലിലും പാപ്പറസ് ചുരുളുകളിലുമാണ് അവരത് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും എഴുതുവാൻ സൗകര്യങ്ങളുള്ള കാലത്ത്, സോഫ്റ്റ് കോപ്പികൾ പോലും എഴുതി വെക്കാൻ കഴിയുന്ന ഒരു കാലത്ത്, ദൈവത്തിൻ്റെ ആലോചനകളെ നിസ്സാരമായി കാണാതെ അതിനെ ബഹുമാനിക്കുന്നവരായി നമുക്ക് മാറാം. പ്രവചന ശുശ്രൂഷകളെ ദൈവം നമ്മളോട് പറയുന്ന സൂചനകളായി കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ദൈവം എനിക്ക് നൽകുന്ന ഇൻഡിവിജ്വലായിട്ടുള്ള മെസ്സേജായിട്ട് തന്നെ കേട്ട് നമുക്കതിൽ നമ്മുടെ യാത്രയുടെ വേഗത കൂട്ടാം. ഓക്കെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്നേഹനിധിയും കരുണാമയനും വിശ്വസ്തനും സത്യവാനുമായ അങ്ങയെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു തന്ന ഈ ദൈവിക ദൂതുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിന് പ്രകാരം ലൈഫിനെ സെറ്റ് ചെയ്യാൻ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൃപയിൽ മുന്നോട്ട് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നാഥ, ലോകവ്യാപകമായി ഇന്ന് എന്നെ കേട്ട ആയിരക്കണക്കിന് ദൈവമക്കൾക്കായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഒരുപക്ഷെ ഇത് വൈകിയായിരിക്കാം ഈ വീഡിയോ പലരുടെ പക്കലെത്തുന്നത്. ഇതനുസരിച്ച്
എഴുതപ്പെട്ട ദൈവത്തിൻ്റെ ദൂതുകളെ കുറിച്ച് കർത്താവെ ഡയറിയിലാക്കി വച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ കരങ്ങളിലിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എഴുതിയ ബുക്കുകളെ, ഡയറികളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇതൊക്കെയും ഇവരുടെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യപ്പെടട്ടെ, നിവർത്തിയാകട്ടെ. ഹോ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രോഫറ്റിക്കൽ മിനിസ്ട്രിക്ക് വേണ്ടി കാത്തിരുന്ന് ദൈവമേ എന്നെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ചില പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവരും ദൈവത്തിൻ്റെ അരുളപ്പാട് മറ്റുള്ളവരോട് പറയുന്ന കർത്താവിൻ്റെ നാവുകളായി അനേക മനുഷ്യരുടെ മുമ്പിൽ പ്രയോജനപ്പെടട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ ഈ ദൈവാലോചന യേശുപ്പച്ചൻ ഞങ്ങളോട് സംസാരിച്ച വാക്കുകളായിരുന്നു. ഇതിലൂടെ ഞങ്ങളോട് പറഞ്ഞ എല്ലാ നല്ല സ്പിരിച്വൽ ഗൈഡൻസിനായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. അടുത്ത ഭാഗം ഞങ്ങളോട് പറയണമേ കർത്താവെ. ഈ ശുശ്രൂഷ നിമിത്തം എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ സഭകളുടെയും ആത്മീയ അന്തരീക്ഷം വളരട്ടെ. എല്ലാ ദേവദാസന്മാരുടെയും മിനിസ്ട്രി പവർഫുൾ ആകട്ടെ. എല്ലാ യൗവനക്കാരും യേശുവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. എല്ലാവരും ദൈവവചനം വായിക്കട്ടെ. എല്ലാവരും അഭിഷേകം ഏറ്റെടുക്കട്ടെ. അന്ത്യനാളിൽ സകല ജഡത്തിൻ്റെ മേലും പകരപ്പെടുന്ന ആത്മനിറവ് എല്ലാവരിലും വ്യാപരിക്കട്ടെ. ഈ എൻഡ് ടൈം റിവൈവലിനായി, ഒരു വലിയ ദൈവിക അനുഗ്രഹത്തിനും അഭിഷേകത്തിനുമായി ഒരുക്കത്തോടെ ദാഹത്തോടെ കാത്തിരിക്കുന്ന സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പൊതുനിയമസഭയുടെ ശ്രേഷ്ഠ അധികാരങ്ങളിൽ നിന്നുകൊണ്ട് എൻ്റെ ശ്രോതാക്കളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, ഇന്നീ വാഗ്ദത്തങ്ങളെ കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, കരുണ ചൊരിയുന്നതിനായി, സ്നേഹം പകരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുനാഥൻ്റെ ആ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മനസ്സ് വെക്കണേ. എല്ലാവർക്കും ഷെയർ ചെയ്യണേ. പരിചയമില്ലാത്ത ഈ ശുശ്രൂഷ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്തവർക്ക് ഇത് പരിചയപ്പെടുത്തണേ. ഓക്കെ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ന് നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ഭയങ്കരമായ ഉന്നത നിലകളിലേക്ക് വളർത്തുന്ന ദൈവാലോചനകൾ എന്നും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.